ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ഒക്ടോബർ 15 നമ്മുടെ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷനിൽ ജസ്റ്റ് ട്രേഡ് എടുത്തതേ ഉള്ളൂ. എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡിംഗ് ഹൈ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിന് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം നോക്കുവാണെങ്കിൽ ഒരു സെല്ലിംഗ് ആണ്, ഒരു ലോവർ ഹൈ ഫോർമേഷനാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് നടത്തി ബയേഴ്സ് കൺട്രോൾ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു ഹയർ ഹൈ ഫോർമേഷൻ ദെൻ ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു ഫസ്റ്റ് പുൾ ബാക്ക് അവിടെ കാണാം. അവിടെയാണ് എൻ്റെ എൻട്രി എടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സിംഗ് ഹൈ ജസ്റ്റ് റീടെസ്റ്റ് നടത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, അവിടെ നിന്നാണ് എൻ്റെ എൻട്രി കോൾ ഓപ്ഷനിൽ എടുത്തിരിക്കുന്നത്. സോ മെയിൻ റീസൺ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ്. ബയേഴ്സ് ആണ് കൺട്രോളിലുള്ളത് മാർക്കറ്റിൽ. കാരണം ഇവിടെ നിന്നൊക്കെ സെല്ലേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ സെല്ലേഴ്സിനെ ഡോമിനേറ്റ് ചെയ്ത് ഈ ഒരു ലൊക്കേഷൻ മുതൽ ബയേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ബയേഴ്സ് ആണ് സ്ട്രോങ്. സോ ഫസ്റ്റ് ക്യാനിൽ ഒരു ഗ്രീൻ ക്യാനിലായിരുന്നു, ബയേഴ്സ് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഒരു ഫസ്റ്റ് പുൾ ബാക്ക്, ജസ്റ്റ് ഒരു പുൾ ബാക്കിൽ വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു പുൾ ബാക്കിലാണ് ഒരു എൻട്രി ഞാൻ അവിടെ എടുത്തിരുന്നു. പിന്നെ ഈ ഒരു സിംഗ് ഹൈയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എൻട്രി എടുത്തിരുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനിൽ പുതിയ ബയേഴ്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്താം. ടാർഗറ്റ് പറയുവാണെങ്കിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹൈ പോയിന്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു ലെവൽ വരെയാണ് എൻ്റെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രീമിയത്തിൽ ഒരു 80 to 100 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം സ്റ്റോപ്പ് ലോസും സെയിം തന്നെയാണ്. മാക്സിമം ഒരു 80 to 100 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യും. മാർക്കറ്റ് ഇനി ഇത് വർക്ക് ചെയ്യാതെ തിരിച്ച് താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഡേ ലോ ഉണ്ട്. ഡേ ലോയുടെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ലോസ് ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്യും. ഇതാണ് എൻ്റെ ഇനീഷ്യൽ പ്ലാന്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എൻട്രി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 7 ദിവസത്തെ ട്രേഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡുകൾ എടുത്തിരുന്നത്. റൈറ്റ്, സോ അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ ഇനി പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയും ചെറിയൊരു പോസിറ്റീവാണ്. നിഫ്റ്റി കുറച്ച് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ പുൾ ബാക്ക് വരുന്ന സമയത്ത് മേ ബി ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോകാം. ആ ഒരു പ്രശ്നം ഉണ്ട്. ബട്ട് എനിവേ കോൺഫിഡൻറ്റോടെ ട്രേഡ് എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡ്. സോ ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ട് ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. ലോസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50-60 പോയിന്റ് അടുത്ത് ലോസ് ഉണ്ട്. സോ എൻട്രി എടുത്തത് ഇവിടെ നിന്നാണ്. പിന്നെ താഴോട്ട് വന്നു. ഇപ്പോൾ ഡേ ലോയിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ, ഒരു ഗ്രീൻ ക്യാനിൽ റെഡ് ക്യാനിലൊക്കെ വന്നാൽ അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ലോസ് ഞാൻ ബുക്ക് ചെയ്യും. മേ ബി ഒരു 80+ പോയിന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം ഓൾറെഡി കുറച്ചധികം താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ മേ ബി വളരെ പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. ഒരു സിംഗിൾ ക്യാൻഡിൽ മതി നമുക്ക് പ്രോഫിറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം സ്റ്റിൽ ബയേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബയേഴ്സ് അഗ്രസീവ്ലി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പുൾ ബാക്ക്, ഒരു പ്രോപ്പർ പുൾ ബാക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെയാണ്. മാർക്കറ്റ് നമ്മുടെ സെറ്റപ്പും നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ചില സമയങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ പ്രോഫിറ്റിലോട്ട് വരും. ചില സമയങ്ങളിൽ മാർക്കറ്റ് ആദ്യം നമ്മളൊന്ന് പേടിപ്പിക്കും. നമ്മുടെ കറക്റ്റായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ടേ മാർക്കറ്റ് നമ്മുടെ പ്രോഫിറ്റിലോട്ട് തരുള്ളൂ. എനിക്ക് തോന്നുന്നു അന്നത്തെ അങ്ങനെ ഒരു ദിവസമാണ് ഇന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ട്രേഡ് എടുത്തു, ലോസ് കാണിച്ചു, വീണ്ടും പ്രോഫിറ്റിലോട്ട് വരാനുള്ള മൂവ്മെൻറ്റുകൾ ബാങ്ക് നിഫ്റ്റി കാണിക്കുന്നുണ്ട്. ഒന്ന് പേടിപ്പിച്ചിരുന്നു. ഡേ ലോയിലൊക്കെ വന്നിട്ട് ഡേ ലോയിൽ സപ്പോർട്ട് എടുത്ത് ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു പോയിന്റിലായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു മൂവ്മെൻ്റ് ആണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി വേറൊരു പ്ലാൻ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി തൊട്ട് താഴെ ആ ഒരു സിംഗിൾ ലോയിൽ എടുത്തിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഡേ ലോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ നടത്തിയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ സേഫ് ആയിരുന്നു. ഈവൻ എൻ്റെ ഒരു റിസ്ക് ലിമിറ്റിന് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 30 പോയിന്റ് കൂടി വരുവാണ് ഞാൻ എക്സിറ്റ് ചെയ്തിരുന്നേനെ. ആക്ച്വലി ഈ ഒരു ലെവലിൽ വരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നെങ്കിൽ ഇതായിരുന്നു ഒരു പ്രോപ്പർ എൻട്രി. ആക്ച്വലി ഇവിടെ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ബെറ്റർ എനിക്ക് വന്ന് താഴെ എടുക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. റൈറ്റ്, അതായിരുന്നു ഒരു സേഫ് എൻട്രി. ഞാൻ കുറച്ച് അഗ്രസീവ്ലി ഓപ്പണിംഗിൽ തന്നെ ഒരു എൻട്രി എടുത്തിരുന്നു. ദാറ്റ് ഫൈൻ, ഇതൊക്കെ പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻട്രി എടുത്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ലെവൽ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. എന്നാണ് എൻട്രി എടുത്തിരുന്നത്. ഒന്ന് താഴോട്ട് വന്നു. അഗെയിൻ വളരെ ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് അടുത്ത് വന്നിട്ടുണ്ട്. ഒരു തവണ എനിക്ക് ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ തന്നതാണ്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏകദേശം ഒരു പോയിന്റിൽ
കാരണം ഞാൻ ഒരു സമയത്ത് നമ്മൾ പ്രോഫിറ്റ് മാത്രമല്ല, ഞാൻ ഇപ്പം വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് വർക്കായിട്ടില്ല ആ ചെറിയൊരു ഡിലേ വന്ന സമയത്ത് പെട്ടെന്ന് പ്രീമിയം കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ നോക്കി എന്തായാലും ഒരു പുൾ ബാക്ക് എടുത്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ടൈം ഒരു ചാൻസ് കൂടി മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. ഓക്കെ, നിയർലി ഒരു 80+ പോയിന്റ് ഉണ്ട്. സോ ഡൺ, ബുക്ക് ചെയ്തിട്ടുണ്ട് നിയർലി ഒരു 80+ പോയിന്റ്. ഓക്കെ, സോ എനിവേ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി വേറെ ട്രേഡ് ഇല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.